ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ന്യൂ എപ്പിസോഡ്. പപ്പിമോള് ശാലിനിയോട് ചോദിക്കുക, എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് ചേച്ചിയമ്മേ? അച്ഛനുമായിട്ട് അമ്മ വഴക്കിട്ടില്ലേ? അതിൻ്റെ ഒരു ദേഷ്യവാ. ഈയിടെയായിട്ട് അമ്മയ്ക്കാണെങ്കിൽ എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും, എന്ത് ചോദിച്ചാലും വഴക്കിടും. എന്നെ എന്താ എൻ്റെ അമ്മ പ്രസവിച്ചതല്ലേ? പപ്പിമോടെ ആ ചോദ്യം ശാലിനിയെ വല്ലാതങ്ങ് ഞെട്ടിച്ച്. ശാലിനിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. പറ ചേച്ചിയമ്മേ. ചേച്ചിയമ്മയ്ക്ക് സത്യയോടെ എന്ത് സ്നേഹവാ. അത് കാണുമ്പോൾ എനിക്ക് കൊതിയാകുക. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒട്ടും സ്നേഹമില്ല. ശാലിനി സങ്കടത്തോടെ പറയുക, മോളെ അങ്ങനെ ഒന്നും പറയല്ലേ. അച്ഛനെ വഴക്കൊക്കെ മാറി തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ഈ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. പഴയതുപോലെ മോളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും. സത്യം എന്താ ഒന്നും മിണ്ടാതെ കിടക്കുന്നേ? അത് ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ചിന്തിക്കുക അമ്മേ. അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതാ എൻ്റെ ഇവിടെ കിടത്തായിരുന്നു. ശാലിനിയുടെ രണ്ട് കൈകളിലായിട്ട് രണ്ട് പൊന്നുമക്കളും ഇങ്ങനെ കിടക്കുവാണ്. അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കിടക്കുന്നത് എൻ്റെ ഒരു സ്വപ്നം അമ്മേ. അതൊക്കെ നമുക്ക് ഉടനെ സാധിക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ? അമ്മ ഒരു പാട്ട് പാടുവോ? എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് ഉറങ്ങാം, അല്ലേ പപ്പി? പാട് ചേച്ചിയമ്മേ. അങ്ങനെ ശാലിനി അവർക്ക് രണ്ടുപേർക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. ശാലിനി മനസ്സിൽ പറയുക, വിഷ്ണുവേട്ട, നമ്മുടെ രണ്ട് മക്കളുവാ എൻ്റെ അപ്പുറവും ഇപ്പുറവും ഉറങ്ങുന്നത്. ഒരാൾ നമ്മളെ രണ്ടുപേരെയും കിട്ടിയ ആശ്വാസത്തിൽ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ ഇപ്പോഴും ഒരു കൈപ്പാട് അകലെയാ. എൻ്റെ അടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് അകലെ. ഇനി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊരു കുടുംബം ഉണ്ടാകണം. ഇവരെ സ്നേഹിച്ച് വളർത്താൻ വേണ്ടി ഒരു സ്നേഹ വീട്. അവിടെ എൻ്റെ വിഷ്ണുവേട്ടനും ഞാനും നമ്മുടെ മക്കളും മാത്രം. ഇങ്ങനെ ഇവരെ ചേർത്ത് ഞാൻ കിടക്കുമ്പോൾ ആഗ്രഹിച്ചു പോവുക വിഷ്ണുവേട്ടൻ്റെ സാമീപ്യം എന്നെപ്പോലെ സത്യവും അത് ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾക്ക് ഉറങ്ങണമെന്ന് എന്നോട് പറയുക കൂടി ചെയ്തു. ചെറുപ്രായത്തിലെ ആഗ്രഹം അവർ വളർന്നാൽ പിന്നെ സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഈ കൊച്ചു ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ വേറെ ആരാ വിഷ്ണുവേട്ട സാധിച്ചു കൊടുക്കുക? ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ സംശയങ്ങളും വർദ്ധിക്കും. പിന്നീട് ഒരു കാലത്ത് അവരുടെ മുന്നിൽ ഉത്തരവില്ലാതെ തലയും കുമ്പിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാ. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ലോകം കെട്ടിപ്പൊക്കണം, ഒരു കൊച്ചു സ്വർഗം. ആ കൊച്ചു സ്വർഗത്തിലെ കാവൽക്കാരായിരിക്കണം നമ്മൾ രണ്ടുപേരും. മക്കളും കൊച്ചുമക്കളും എല്ലായിട്ടും നമുക്ക് ആ സ്വർഗത്തിൽ അങ്ങനെ കഴിയണം. ആഗ്രഹം അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, ആഗ്രഹമല്ലേ, അത് ഏതറ്റം വരെ പോകാമല്ലോ. കേട്ടിട്ടില്ലേ, ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കൊരുവോളം കിട്ടത്തുള്ളെന്ന്. ഞാൻ ആഗ്രഹിച്ചോളാം, എൻ്റെ മനസ്സ് നിറയുന്നവരെ ആഗ്രഹിച്ചോളാം. അതിനൊന്നും എന്നെ ആർക്കും വിലക്കാൻ പറ്റത്തില്ലല്ലോ. ശാലിനി ഇങ്ങനെയൊക്കെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് കിടത്തിക്കൊണ്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുവാണ്. രാഘവേട്ടൻ സെറ്റിയിൽ വന്നിരിക്കുമ്പോൾ പൊന്നി വെള്ളവും ഗുളിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിള്ളയെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. സത്യഭാമ മുകളിൽ നിന്നുണ്ടത് കാണുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്നും ശാരദാമ്മയും ശ്യാമയും പപ്പിമോളുമാണ് ഇറങ്ങി വരുന്നത്. പപ്പിമോൾ ഓടിപ്പോയി രാഘവേട്ടനെ അച്ചാച്ചാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ശാരദാമ്മയും ശ്യാമയും കണ്ടിട്ട് രാഘവേട്ടൻ, വരൂ ശാരദാമ്മേ, അകത്തോട്ട് വരൂ. എന്താ അവിടെ നിൽക്കുന്നേ? നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണേലും കയറി വരാവുന്ന വീടല്ലേ ഇത്? സങ്കടപ്പെട്ട് നിൽക്കുന്ന ശ്യാമയെ നോക്കിയിട്ട് മോളെന്തിനാ അവിടെ മടിച്ചു നിന്നത്? അതുകൊണ്ടല്ലേ മോടെ കൂടെ വന്ന അമ്മ അങ്ങനെ അവിടെ നിന്നത്? ഇത് നിന്റെയും കൂടെ വീടാ. അങ്ങനെ അല്ലെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനും പറ്റില്ല. രാഘവേട്ടൻ, ഫാമേ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പൊന്നി, പോയി എളുപ്പം ശാരദാമ്മയ്ക്ക് ചായ എടുക്ക്. അയ്യോ, ചായ ഒന്നും വേണ്ട രാഘവേട്ട, ഞങ്ങൾ ചായ കുടിച്ചിട്ടാ പോകുന്നത്. ഞാൻ വന്നത് പിന്നെ ഇവളുടെ ഈ കാര്യം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട് എടുത്തു ചാടി ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഒടുവിൽ പഴി കേൾക്കുന്നതും പരക്കം പായുന്നതും എല്ലാം വീട്ടിലുള്ളവരാ. എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശാരദാമ്മ അറിഞ്ഞു കാണുമല്ലോ. കുറച്ചൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴിങ്ങോട്ട് വന്നതും. രാഘവേട്ട, ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുതേ. ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു കടം എങ്ങനെ കൊടുത്തു തീർക്കും? വഴികളൊക്കെ പലതും ആലോചിക്കുന്നുണ്ട് ശാരദാമ്മേ. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. പിന്നെ 1-2 രൂപയല്ലല്ലോ കടവായിട്ടുള്ളത്. അതൊക്കെ കൂട്ടിയാലൊട്ട് കൂടത്തതുമില്ല. എങ്കിലും അങ്ങ് ശ്രമിക്കുക. അങ്ങനെ വലിയ കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല, മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം. ശാരദാമ്മ പറയുക, അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സഹായമെന്ന് കരുതി ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. ശാരദാമ്മ അങ്ങനെ പറയുമ്പോൾ രാഘവേട്ടൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷവും പിള്ളയും പൊന്നിയും എല്ലാം ഇങ്ങനെ സന്തോഷത്തോടെ ശാരദാമ്മയെ തന്നെ നോക്കുവാണ്. എത്ര നല്ല മനസ്സാണ് ഇവരുടേത് എന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. കാശായിട്ട് തരാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിലൊരു സഹായം ഞാൻ ചെയ്യാമെന്ന് കരുതിയത് എന്നും പറഞ്ഞ ആധാരം രാഘവേട്ടൻ്റെ നേരെ നീട്ടുകയാണ്.
ഞാൻ പറയുന്നത് ഒരു അവിവേകമായിട്ട് കാണല്ലേ രാഘവേട്ട. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇത് വാങ്ങണം രാഘവേട്ട. രാഘവേട്ടന് സങ്കടത്തോടെ പറയുക, ശാരദാമ്മേ, നിങ്ങളുടെ വലിയ മനസ്സാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ. മുകളിലെ സ്റ്റെയറിൽ നിന്നും സത്യഭാമ പറയുക, അത്രയും വലിയ മനസ്സുള്ളവരൊന്നും ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല ശാരദാമ്മേ. അവരുടെ സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. സത്യഭാമയുടെ അഹങ്കാരം നോക്കിക്കേ, എത്ര അഹങ്കാരിയായിട്ട് ആ കോപത്തിൽ ഇങ്ങനെ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലോട്ട് ഇറങ്ങാൻ പോയാലും സത്യഭാമയ്ക്ക് ഒരു മാറ്റവും ഇല്ല. സ്റ്റെയർ കേസിൽ നിങ്ങോട്ട് ചാടിത്തുള്ളി ഇറങ്ങി വന്നിട്ട് അത്രയ്ക്ക് നിങ്ങളെന്താ ഞങ്ങളെ കൊച്ചാക്കിയിട്ടാണോ കാണുന്നത്? നിങ്ങളുടെ ഹോട്ടലിലിരിക്കുന്ന ആ ഇത്തിരി വട്ടത്തിലിരിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ രാഘവേട്ടാ? ഇത് അതൊന്നുമല്ല, അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിഹാസവാ. അയ്യോ സത്യാമ്മേ, അങ്ങനൊന്നും ആവശ്യമില്ലാതെ പറയാതെ. വീണ് കിടക്കുന്നവന്റെ മുതുകത്ത് കയറി ചവിട്ടുന്ന ഒരു സുഖം എനിക്കറിയാം. അതിന് മാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു വരവ്. സത്യഭാമ വിചാരിച്ചിരിക്കുന്ന സത്യഭാമയെ പോലെ എല്ലാവരും എന്ന്. രാഘവേട്ടൻ പറയുക, ഭാമേ, നീ എന്തൊക്കെ വിവരക്കേടുകളായി വിളിച്ചു പറയുന്നത്? രാഘവേട്ടനൊരു ശുദ്ധനാ. ഇവരുടേതുപോലുള്ള കുശാഗ്രത ബുദ്ധിയൊന്നും രാഘവേട്ടന് തെളിയില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് ഇവരുടെ വരവ് കണ്ടപ്പോഴേ കത്തി. ഇത് എന്നെയും എൻ്റെ കുടുംബത്തെയും കൂട്ടത്തോടെ അപമാനിക്കാനുള്ള വരവാന്ന്. സത്യാമ്മേ, സത്യത്തിന് നിരക്കാത്തതൊന്നും പറയല്ലേ. മനസ്സിൽ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം വെച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സ്വന്തവും ബന്ധവും ഒക്കെ ആവുമ്പോൾ ഇതുപോലെയുള്ള ആപത്ഘട്ടത്തിലല്ലേ സഹായിക്കാറുള്ളത്. ആ ഒരൊറ്റ കാര്യം ഓർത്ത് വന്നതാ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു വരവ് വരേണ്ടിയില്ലായിരുന്നുവെന്ന്. ഈ വന്നതിൻ്റെയും ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെയും ഒക്കെ ഉള്ളറകൾ ചിതഞ്ഞാൽ കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീട് വിട്ടിറങ്ങിപ്പോയ ഇവളെ തിരിച്ച് ഈ വീട്ടിലോട്ട് കയറ്റണം. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ സഹായിച്ചില്ല എന്നൊരു പേരുദോഷവും ഉണ്ടാകരുത്. ശാരദാമ്മ ഒന്ന് മനസ്സിലാക്കണം, സ്ത്രീധനം പോലും വാങ്ങിക്കാതെയാ നിങ്ങളുടെ ഇളയ മകളെ എൻ്റെ മരുമകളാക്കി ഈ വീട്ടിൽ കയറ്റിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവളെ കെട്ടിയ അവനും ദേണ്ട ഇവളും എന്നെ തിരിഞ്ഞു കൊത്തി. ഏതായാലും ഇവളെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ ഈ സഹായഹസ്തവുമായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഈ മോളോട് ചോദിച്ചോ അവളുടെ മര്യാദയ്ക്ക് നിന്ന് പോകുമോ എന്ന്? അവളിവിടെ മര്യാദയ്ക്ക് നിന്ന് പോവുകയാണെങ്കിൽ മാത്രം ഇവിടെ നിർത്തിയാൽ മതി. പാതിരാത്രി കിടന്ന് ഓടാനും ചാടാനും ഇവിടെ ആളുമില്ല, അയൽക്കാരുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ഞാണിന്മേൽ കളി പോലെയാ ഇവിടുത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലാ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങള്. ശാരദാമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലെങ്കിൽ പോ. എന്താ ഭാമേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശാരദാമ്മ വന്നതിന് മറ്റൊരർത്ഥം നീ കണ്ടതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. രാഘവേട്ടന് ഞാൻ പറയുന്നതൊന്നും ഇപ്പോഴും മനസ്സിലാകുന്നില്ലല്ലേ? ഭാമേ, ഞാൻ പറഞ്ഞു വരുന്നത് എന്ന ശാരദാമ്മ, രാഘവേട്ടാ, ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും കുടുംബശ്രീ വീട്ടിലോട്ട് കയറി വരാം. അവിടെ നിങ്ങളെ ആരും തടയില്ല, ഇറങ്ങി പോകാനും പറയില്ല. പിന്നെ ഇവളെ ഇങ്ങോട്ടാണ് കെട്ടിച്ചു വിട്ടത്. ഇവള് നിൽക്കേണ്ടത് ഇവിടെ തന്നെയാ. രോഹിത് വന്നാലും ഇവിടേക്കല്ല വരത്തുള്ളൂ. അതുകൊണ്ട് ഇവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ യാത്ര ചോദിച്ചങ്ങ് ഇറങ്ങുവാണ്. ഭാമേ, ശാരദാമ്മ എത്ര നല്ല രീതിയിലാണ് സംസാരിച്ചത്. ആ ഒരു ഹൃദയവിശാലതയും എളിമയും നീ എന്താ നമ്മുടെ വീട്ടിലോട്ട് സഹായമായിട്ട് വരുന്നവരോട് കാണിക്കാത്തത്? ഇതേ വിഷ്ണുവിനെ കിട്ടാൻ വേണ്ടിയും വേണ്ട ആ നിൽക്കുന്നവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാ. ഇതേ ഇവിടുത്തെ കണ്ണുകൾ ഇളക്കാൻ വേണ്ടിയുള്ള വരവായിരുന്നു. വിഷ്ണുവിനെ ഇവിടെ നടത്തി മാറ്റി അവിടേക്ക് ചേർക്കാനുള്ള ബുദ്ധിയുള്ള പെണ്ണിന്റെ തന്ത്രം അതെ എൻ്റെ അടുത്ത് ചെലവാവില്ല. എൻ്റെ മകൻ വിഷ്ണു എൻ്റെ കൂടെ തന്നെ എന്നും ഉണ്ടാകണം. പിന്നെ ഇവള് ഇനി ഇതുപോലെ ഓട്ടവും ചാട്ടവാട്ട് ഇവള് വന്നാൽ അന്ന് ഞാൻ ഇവളെ പിടിച്ച് പുറത്താക്കും. രാഘവേട്ടൻ ശ്യാമയോട് പറയുന്നു, മോള് കാണിച്ച തെറ്റ് തന്നെ. മോള് ചെന്ന് ഭാമയെ ഒന്ന് സമാധാനിപ്പിക്ക്. 2 വാക്കുകളിൽ വഴക്കങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ മോളെ. വിഷ്ണു കമലനുമായിട്ട് വീട് നോക്കുവാണ്. ഒരു നല്ല വീടൊക്കെ നോക്കി കിട്ടിയിട്ടുണ്ട്. കമലൻ വീടെങ്ങനെ ഉണ്ടാശാനെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വീടൊക്കെ കൊള്ളാം, ഇതിൻ്റെ വാടക എത്രയാടാ? അത് ആശാനെ ഇതിൻ്റെ ഹൗസ് ഓണർ ഇപ്പോൾ വരും, അപ്പം നമുക്ക് നേരിട്ട് ചോദിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ വീടിൻ്റെ ഹൗസ് ഓണർ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ വന്ന് കമലിനോട് ചോദിക്കുന്നത്, ആർക്ക് വേണ്ടിയാ വീട് നോക്കുന്നത്? ഞാൻ പറഞ്ഞ ആൾ ഇതാ, പേര് വിഷ്ണു, ഇദ്ദേഹത്തിന് വേണ്ടിയാണ് വീട് നോക്കുന്നത്. വിഷ്ണുവിനെന്താ ജോലി എന്നയാൾ ചോദിച്ചപ്പോൾ വിഷ്ണുവിന് എന്തു പറയാനാ? വിഷ്ണുവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. വിഷ്ണു ഒന്നും മിണ്ടാതെ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന കണ്ടുകൊണ്ട് കമലൻ പെട്ടെന്ന് പറയുക, ചിട്ടിപ്പിരിവ്. എൻ്റെ ഈ വീടിൻ്റെ വാടക താങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആളോട് മാത്രമേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് മാസം എന്ത് വരുമാനം കിട്ടും?
നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? ഞാൻ എന്തിനാണെന്നറിയാവോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ മാത്രമല്ല ഈ വീട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഈ വീടിന്റെ വാടക തന്നെ ഒരു മാസം 40,000 രൂപയാണ്. 2 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ടും തരണം. എന്റെ നോട്ടത്തിൽ ഇതൊന്നും തന്ന് വീടെടുക്കാനുള്ള പാങ്ങൊന്നും നിങ്ങളെ നോക്കിയിട്ട് കാണുന്നില്ല. അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ളവർക്ക് മാത്രമേ ഞാൻ വീട് കൊടുക്കാറുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോഴേ വിഷ്ണുവിന് മതിയായി. വിഷ്ണു എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ ഇത്രയും രൂപ? വിഷ്ണു പെട്ടെന്ന് പറയുന്നു, എന്നാ കമല നമുക്കങ്ങ് പോയാലോ? ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ലെന്നാ സാറ് പറയുന്നേ. അല്ല, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. ഈ ചിട്ടിപ്പിരിവൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് എന്ത് വരുമാനം കിട്ടുമെന്ന് എനിക്കറിയാം. അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഈ വാടകയൊക്കെ തന്ന് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാ. ഞാൻ ചോദിക്കുന്ന ഈ അഡ്വാൻസ് പൈസ 2 ലക്ഷം രൂപ തന്നെ നിങ്ങൾ എത്ര നാൾ ജോലി ചെയ്താൽ കിട്ടും? നിങ്ങൾക്ക് പറ്റിയത് വല്ല 5,000 6,000 ഒക്കെ രൂപയുള്ള ഒറ്റമുറിയോ അതുപോലുള്ള ഏതെങ്കിലും വീടാണ്. അതാവുമ്പോൾ നിങ്ങളുടെ കൊക്കിലൊതുങ്ങും. അങ്ങനെ ആ ഹൗസ് ഓണർ വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനിയും വിഷ്ണുവും കൂടെ സംസാരിക്കുന്നത് ആ ഹൗസ് ഓണർ നോക്കുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ ജില്ലാ കളക്ടറുടെ കാറാണ്. അയ്യോ, കളക്ടർ മാഡം ആണല്ലോ അപ്പോൾ വന്നിരിക്കുന്നത്. കമലിനോട് ചോദിക്കുന്നത്, അത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു മാഡം അല്ലേ? കമലനാകെ കലിപ്പി നിൽക്കുക. കാറിന്റെ മുന്നിലെ നെയിം ബോർഡ് നിങ്ങൾ കണ്ടില്ലേ? അല്ല, കളക്ടർ എന്താ ഇവിടെ? അതാ വിഷ്ണു ആശാന്റെ ഭാര്യയല്ലേ? വീടിന്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, കളക്ടർക്കാണ് വീട് നോക്കുന്നതെന്ന് എന്താ എന്നോട് പറയാഞ്ഞത്? അതിനെ എൻ്റെ വിഷ്ണുവാശാൻ്റെ ഭാര്യയുടെ ജോലി എന്താണെന്ന് വല്ലതും സാറ് ചോദിച്ചായിരുന്നോ? എൻ്റെ വിഷ്ണുവാശാൻ കല്യാണം കഴിച്ചതാണോ എന്നല്ലേ ചോദിച്ചുള്ളൂ. അയ്യോ എൻ്റെ കമല, ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് ക്ഷമിച്ചേരെ. എനിക്കാണെങ്കിൽ 1-2 കാര്യങ്ങൾക്കായി കളക്ടറെ കാണാൻ പോകേണ്ടതായിരുന്നു. അയ്യോ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തണേ. അപ്പോൾ വീടിൻ്റെ കാര്യമോ? അയ്യോ, അത് ഓക്കെ. ശാലിനി ഹൗസ് ഓണർ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഹൗസ് ഓണർ പറയുന്നത്, മാഡം ഞാൻ ശ്രീധർ, എനിക്ക് ഇതുപോലത്തെ 2-3 വീടുകളുണ്ട്. അതൊക്കെ വാടകയ്ക്ക് കൊടുത്താണ് എൻ്റെ ജീവിതം. എൻ്റെ ഈ വീട് ഇഷ്ടപ്പെട്ടോ? മാഡത്തിന് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഒരു കളക്ടറാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് അറിയുമ്പോൾ അതെനിക്കൊരു ഗമയാണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, കളക്ടർ ശാലിനി അയാൾക്ക് ഗമ കൊടുക്കുവോ അതോ ശാലിനി വിഷ്ണുവിന് വേറെ വീടെടുത്ത് കൊടുക്കുവോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.